ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് എം പി ഇഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സാക്കിയ നടത്തിയ നിയമ പോരാട്ടം ലോകശ്രദ്ധ നേടിയിരുന്നു. മനുഷ്യാവകാശ സമൂഹത്തിലെ കാരുണ്യവതിയായ നേതാവ് സാക്കിയ അപ്പ അന്തരിച്ചു. സാക്കിയ ജാഫ്രിയുടെ വിയോഗ വാർത്ത പങ്കുവച്ച മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെദൽവാദ് എക്സിൽ കുറിച്ച വാക്കുകളാണിത്. ആയിരക്കണക്കിന് പേരുടെ ജീവനെടുത്ത ഗുജറാത്ത് കലാപത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തി സാക്കിയ നടത്തിയ നിയമ പോരാട്ടം രാജ്യശ്രദ്ധ നേടിയതാണ്. ഗുൽബർഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ പുനരന്വേഷിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടാൻ ആ നിയമ പോരാട്ടം കാരണമായി. ഗുജറാത്ത് കലാപത്തിൽ കോൺഗ്രസ് എം പി ഇഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 68 പേരാണ് കൊല്ലപ്പെട്ടത്. അഹമ്മദാബാദിലെ ഗുൽബർഗ് സൊസൈറ്റി ഹൗസിംഗ് കോളനിയിലെത്തിയ കലാപകാരികൾ ഇഹ്സാൻ ജാഫ്രിയെ ചുട്ടുകൊല്ലുകയായിരുന്നു. 2002 ഫെബ്രുവരി 28-നാണ് ജാഫ്രിയെ കൊലപ്പെടുത്തിയത്. രക്ഷയ്ക്കായി അന്നത്തെ മുഖ്യമന്ത്രിയായ മോദിയെ നേരിട്ട് വിളിച്ചെങ്കിലും സഹായിച്ചില്ലെന്ന് പിന്നീട് ജാഫ്രി കുടുംബം ആരോപണമുന്നയിച്ചു. 2007 മോദി ഉൾപ്പെടെ 62 പേർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജീവിത പങ്കാളി സാക്കിയ പരാതി നൽകി. എന്നാൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മോദിയടക്കം 62 പേർക്കും ക്ലീൻ ചിറ്റ് നൽകി. ഇതിനെതിരെ സാക്കിയ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചുവെങ്കിലും SITയുടെ തീരുമാനം കോടതി ശരിവച്ചു. കീഴ്ക്കോടതി വിധിയിൽ അവർ തളർന്നില്ല. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നീണ്ടു. 2022 പരമോന്നത കോടതി സാക്കിയയുടെ ഹർജി തള്ളി. 20 വർഷം നീണ്ട നിയമ പോരാട്ടം അവിടെ അവസാനിച്ചില്ല. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ച് പലവട്ടം അവർ വാർത്തകളിൽ ഇടം പിടിച്ചു. തന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് സാക്കിയ അന്ന് പറഞ്ഞു. ആ ശ്വാസം നിലച്ചിരിക്കുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.